2024 മെയ് 10 തിരുവനന്തപുരത്ത് കരമനയിലെ അഖിൽ എന്ന ചെറുപ്പക്കാരൻ കൊല്ലപ്പെട്ട ദിവസം. എന്റെ മോനെ എന്തിനമ്മ എന്റെ മോനെ ക്രൂരത ചെയ്ത് അവന്മാരെ കണ്ടെങ്കിൽ ഞാൻ ചോദിക്കുമെന്ന്. എന്റെ മോൻ എന്തിനു തെറ്റ് ചെയ്ത പിളേ നിങ്ങളുടെ അവന്മാരാരെങ്കിലും ഒരുത്ത വെളിയിൽ ഇറങ്ങിയാണെങ്കിൽ ഞങ്ങൾ കുടുംബത്തോട് ആത്മഹത്യ ചെയ്യും. തലയിൽ കുപ്പി കൊണ്ട് അടിച്ചപ്പോഴാണ് അവൻ ശ്രദ്ധിക്കുന്നത്. അതിനുശേഷം ഇറങ്ങിട്ട് ഓടിയതാ ഇവിടെയാണ്, ഇവിടെ ഇട്ടാണ് അവനെ അടിച്ച് തള്ളിയിട്ട് ഈ കോളാപ്പുറിച്ച് കല്ലെടുത്ത് 6 ഇഞ്ച് കല്ലാണ്, 20 കിലോ വെയിറ്റുള്ള കല്ലെടുത്ത് നമ്മളെ 6 പ്രാവശ്യം എടുത്ത് ബെഞ്ചിൻ്റെ കൂട്ടാണ് അടിക്കുക വരെ ചെയ്ത് ഇവിടെ ചുരുണ്ടിവിടെ കിടക്കായിരുന്നു ഞാൻ വന്നപ്പോൾ. എൻ്റെ പിള്ളേർ കാറിലെത്തിയ 3 അംഗ സംഘം തന്റെ അരുമപ്രാവുകളെ കളിപ്പിക്കുകയായിരുന്ന അഖിൽ എന്ന ചെറുപ്പക്കാരനെ കല്ലുകൊണ്ട് അടിച്ചു വീഴ്ത്തി ക്രൂരമായി മർദ്ദിച്ചു. അഖിൽ മരണപ്പെട്ടു, അല്ല കൊല്ലപ്പെട്ടു. എൻ്റെ മോൻ്റെ പ്രാവിൻ്റെ ഇതിന് കാണുമ്പോൾ നമ്മൾ വെച്ച് നോക്കിയിരിക്കുന്നു. ഇപ്പോഴും ആഹാരം കൊടുക്കുന്നു എൻ്റെ മോൻ്റെ പ്രാവിന്. ഈ പ്രാവാണ് എൻ്റെ മോൻ്റെ. എല്ലാ ദിവസവും കരമനയിലെ അഖിലിന്റെ വീടിന്റെ മുമ്പിലെ കാഴ്ചയാണിത്. അഖിലിന്റെ അച്ഛൻ തൂശനിലയുമായി വീട്ടിലേക്ക് പോകും. ആ ഇലനിറയെ ഊണൊരുക്കി അമ്മ അഖിലിന് വേണ്ടി കാത്തിരിക്കും. ശേഷം അത് കാക്കകൾക്ക് ഭക്ഷണമായി നൽകും. മകൻ മരിച്ചു എന്ന് അവർ വിശ്വസിച്ചിരിക്കുന്നു. മകന്റെ വിയോഗം അവർ അംഗീകരിച്ചിരിക്കുന്നു. പക്ഷേ ആ മകന് വേണ്ടി എന്നും ഒരു ഇലച്ചോറ് ആ അമ്മ മാറ്റിവെക്കും. കരമനയിലെ 26 വയസ്സുള്ള അഖിലെന്ന ചെറുപ്പക്കാരനെ 3 അംഗ സംഘം തല്ലിക്കൊന്നത് ഇവിടെ വെച്ചാണ്. അവൻ്റെ പ്രിയപ്പെട്ട വളർത്തു പ്രാവുകളെയും നോക്കി ഇവിടെ ഇരിക്കുമ്പോഴാണ് കാറിൽ വന്നിറങ്ങിയ സംഘം കല്ലും തടിയും ഉപയോഗിച്ച് തല്ലിക്കൊന്നത്. ഇതിനെല്ലാം സാക്ഷിയായി അവിടെ ഒരു CCTV ക്യാമറ ഉണ്ടായിരുന്നു. മോൻ ഇവിടെ ഇരിക്കുകയാണെങ്കിൽ ഇതിൻ്റെ കെട്ടിൻ്റെ പുറത്ത് മൊബൈൽ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. പ്രാവിനെ ഇവിടെ ഇറക്കി വിട്ട് വളർത്തിക്കൊണ്ടിരുന്നത്. അവരവിടെ നിന്ന് കാറിൽ നിന്ന് ഇറങ്ങി വന്നിങ്ങനെ നടന്ന് വന്ന് ഇവിടെ അടിച്ചപ്പോഴാണ് അവൻ കാണുന്നത്. തലയിൽ കുപ്പി കൊണ്ട് അടിച്ചപ്പോഴാണ് അവൻ ശ്രദ്ധിക്കുന്നത്. അതിനുശേഷം ഇറങ്ങിയിട്ട് ഓടിയതാ ഇവിടെയാണ്, ഇവിടെ ഇട്ടാണ് അവനെ അടിച്ച് തള്ളിയിട്ട് ഈ കോളാപ്പുറിച്ച് കല്ലെടുത്ത് 6 ഇഞ്ച് കല്ലാണ്, 20 കിലോ വെയിറ്റുള്ള കല്ലെടുത്ത് നമ്മളെ 6 പ്രാവശ്യം എടുത്ത് ബെഞ്ചിൻ്റെ കൂട്ടാണ് അടിക്കുക വരെ ചെയ്ത് ഇവിടെ ചുരുണ്ടിവിടെ കിടക്കായിരുന്നു ഞാൻ വന്നപ്പോൾ. എൻ്റെ പിള്ളേർ ഇപ്പോൾ കിടന്നിട്ട് ആശുപത്രിയിൽ എടുത്തിട്ട് ഞാൻ കോരി എടുത്തപ്പോൾ എടുക്കാൻ പറ്റില്ല. അവൻ വേദനിച്ച് വിളിച്ചോണ്ട് ഞാൻ അവളെ തന്നെ തിരിച്ചു വെച്ചു. ഞാൻ അപ്പുറത്ത് ഓടിച്ചിട്ട് പൈസ വാങ്ങിക്കാൻ വേണ്ടി പോയി. ഇവിടെ നിന്നവരെടുത്ത് വണ്ടിയിൽ ആട്ടയെ കൊണ്ടങ്ങ് പോയി. തിരിച്ച് ഞാൻ 7 മണിയായി. ഞാൻ നേരെ മെഡിക്കൽ കോളേജിൽ എൻ്റെ വണ്ടി എടുത്തുകൊണ്ട് പോയി. മെഡിക്കൽ കോളേജിലെത്തിയപ്പോൾ 7 മണിയായി. വീണ്ടും 7:30 മണിയൊക്കെ ആയപ്പോഴാണ് അവിടെ കൊണ്ടുവന്നത്. ഇവർ ജലാശുപത്രി കൊണ്ടുപോയെന്ന് പറഞ്ഞു. പിന്നെ അവിടെ നിന്ന് നേരെ മെഡിക്കൽ കോളേജിൽ വന്ന് 5 മിനിറ്റ് കഴിഞ്ഞോ പിള്ളേരെ പോയി, ജീവൻ പോയി, ഓർമ്മയും പോയി, എല്ലാം പോയി. ഒറ്റ മോനായിരുന്നു? 2 മോനുണ്ട്. എൻ്റെ കുടുംബം നോക്കുന്ന മോനാണ് ഈ ഒരു ഒറ്റ മോൻ. ഇത് അവന് 26 വയസ്സായെങ്കിൽ എല്ലാ ജോലിയും പോകും. എല്ലാ ജോലിയും കംപ്ലീറ്റ് ജോലിയും വന്നിട്ട് ഓരോ ആശാരിപ്പണി അറിയാം, ടൈൽസിൻ്റെ പണി അറിയാം. പിന്നെ ലാസ്റ്റ് 1000 രൂപ ശമ്പളം കിട്ടുന്ന ജോലിയാണ് മീൻ കച്ചവടം. അതിന് പോയിക്കൊണ്ടിരുന്നപ്പോഴാണ് ഈ വീടിൻ്റെ അടുത്ത് വെച്ച് ഇത്രയും നിലവിളി വെച്ചൊന്നും ആരും കേട്ടില്ല. ഒരു ഒച്ച കേട്ടില്ല. അകത്ത് നമ്മൾ അവരുടെ ടി വി കണ്ടുകൊണ്ടിട്ടുള്ളൂ. ഉച്ച സമയം അല്ല 4 മണിയെന്തോ സമയമായി TV ഇട്ട് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. നമ്മൾ അകത്തിരിക്കുമ്പോൾ ഇവിടുത്തെ ഒരു വിളിയോ ഒരു സൗണ്ടോ ഒന്നും കേട്ടില്ല. ഒരാൾ വന്ന് പറയുന്നത് ഒരു കൊച്ചിനെടുത്ത് അടിച്ചത് അങ്ങനെ ഇട്ടിയെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ നോക്കിയപ്പോൾ എൻ്റെ മോൻ കിടക്കണത്. അവർ ഒരേ 3 മിനിറ്റേ പിടിച്ചോളൂ. അവർ ചെയ്തത് 3 മിനിറ്റ്. 3 മിനിറ്റ് കൊണ്ട് അത്രമാത്രം അവനൊരു കൈ വയ്യായിരുന്നു. അതാണ് തീരെ അവന് വീഴുന്നവൻ.
ഒരു കൈ അവരാവുന്നെങ്കിലും എങ്ങനെ രക്ഷപ്പെടാൻ മാർഗം നോക്കിയല്ലേ. അഖിലിനെ കൊലപ്പെടുത്തിയത് ആരെന്നറിയണ്ടേ? അതിന് അഖിൽ കൊലപാതകത്തിന് പിന്നിലേക്ക് കുറച്ച് വർഷങ്ങൾ നടക്കണം. 2020 മാർച്ച് 12 തിരുവനന്തപുരം നഗരത്തിലെ കൈമനത്തിന് സമീപത്തെ ആളൊഴിഞ്ഞ സ്ഥലത്ത് കുഞ്ചിറവിള സ്വദേശിയായ 21 വയസ്സുകാരൻ അനന്തു അതിക്രൂരമായി കൊല ചെയ്യപ്പെട്ടു. കുഞ്ചിറവിള സ്വദേശിയായ അനന്തു ഭവനിൽ ഗിരീഷ് വിനീത് ദമ്പതികളുടെ മകൻ അനന്തു മരണത്തിന് മുൻപ് നേരിടേണ്ടി വന്ന ക്രൂരതകൾ വിവരിക്കുവാൻ സാധിക്കാത്ത തരത്തിലുള്ളതായിരുന്നു. ലഹരി മരുന്നിന്റെ അടിമത്തത്തിൽ KGF സിനിമയിലെ നായകനെ അനുകരിച്ച് ജീവിക്കുന്ന ഒരു പറ്റം ചെറുപ്പക്കാർ, അവരാണ് അനന്തുവിനെ ക്രൂരമായി അവസാനിപ്പിച്ചത്. അത്യധികം അക്രമരംഗങ്ങൾ നിറഞ്ഞ സിനിമയിലെ നായകനെ പോലെ രക്തം കാണാൻ കൊതിക്കുന്ന കൊലപാതകം, ലഹരിയായി കാണുന്ന ഒരു കൂട്ടം ചെറുപ്പക്കാർ. അനന്തു കൊലക്കേസിൽ അറസ്റ്റിലായി ജാമ്യത്തിലിറങ്ങിയ വിനീഷ് രാജിന്റെ സംഘവുമായി ഒരാഴ്ച മുമ്പ് അഖിലും സുഹൃത്ത് വിശാലും കരമനയിലെ ഒരു ബാറിൽ വെച്ച് തർക്കവും കയ്യാങ്കളിയും ഉണ്ടായിരുന്നു. എന്നാൽ അഖിൽ അത് അന്ന് തന്നെ പറഞ്ഞു. പക മനസ്സിലിട്ട് നീട്ടി നടക്കുന്ന സംഘമാണ് വിനീഷ് രാജും കൂട്ടരുമെന്നത് അഖിലിന് അറിയില്ലായിരുന്നു. 2024 മെയ് 10 മദ്യപിക്കുന്ന സമയത്ത് അഖിലും വിശാലും ചേർന്ന് തങ്ങളെ മർദ്ദിച്ച കാര്യം വിനീഷ് രാജിന്റെ ഓർമ്മയിലേക്ക് വരുന്നു. അഖിലിനോട് പ്രതികാരം ചെയ്യാൻ അവർ തീരുമാനിച്ചു. അരുൺ ബാബുവിന്റെ വീട്ടിൽ വെച്ച കൊലപാതകത്തിന് ഗൂഢാലോചന നടത്തി. ഒരു കാറിൽ സംഘം വിനീഷ് രാജിന്റെ നേതൃത്വത്തിൽ അഖിലിനെ തിരഞ്ഞിറങ്ങി. തന്നെ തേടി വരുന്ന അപകടമറിയാതെ മത്സ്യവ്യാപാരം കഴിഞ്ഞ ഈ സമയം വീട്ടിലേക്ക് വന്ന അഖിൽ ഇതേ സമയത്ത് തന്നെ ആരോടൊക്കെയോ അന്വേഷിച്ച് കൊലയാളി സംഘം അഖിലിന്റെ വീടിന് മുന്നിലെത്തി. കാറിൽ നിന്നും ചാടിയിറങ്ങിയ സംഘം എന്താണ് സംഭവിക്കുന്നത് എന്ന് മനസ്സിലാകും മുമ്പ് അഖിലിനെ ആക്രമിച്ചു. കമ്പിവടി കൊണ്ടായിരുന്നു ആക്രമണം. കൈകാലുകൾ തല്ലി ഒടിക്കുകയും ഹോളോ ബ്രിക്ക് കട്ട തലയിലേക്ക് ശക്തമായി ഇടുകയും ചെയ്തു. തലയോട് പിളർന്ന് തലച്ചോർ വെളിയിൽ വന്ന നിലയിൽ ആയിരുന്നു അഖിലിന്റെ മൃതദേഹം. 1-ാം പ്രതി വിനീഷ് രാജ്, 2-ാം പ്രതി അഖിൽ അപ്പു, 3-ാം പ്രതി സുമേഷ്, 4-ാം പ്രതി അനീഷ്, 5-ാം പ്രതി കിരൺ കൃഷ്ണൻ, 6-ാം പ്രതി അരുൺ ബാബു. പ്രതികൾക്ക് രക്ഷപ്പെടാൻ അവസരമൊരുക്കിയ ഹരിലാൽ, അഭിലാഷ് എന്നിവരെ തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ പോലീസ് അറസ്റ്റ് ചെയ്തു. അഖിലിന്റെ കൊലയാളികൾ പണ്ട് അനന്തു എന്ന യുവാവിന്റെ ജീവനെടുത്ത അതേ രീതി തന്നെയാണ് അഖിലിന്റെ കൊലപാതകത്തിലും സ്വീകരിച്ചത്. ഒരു കൊലപാതകം നടത്തിയതിനു ശേഷം 1 വർഷത്തിനുള്ളിൽ ജാമ്യത്തിലിറങ്ങി സമാനമായ മറ്റൊരു കൊലപാതകം. അത് ചെയ്യാൻ പ്രതികൾക്ക് സാധിച്ചുവെങ്കിൽ മനസ്സിലാക്കേണ്ടത് ഈ നാട്ടിലെ നിയമം എത്രമാത്രം ബലഹീനമാണ് എന്നതാണ്. പ്രതികളുമായി അഖിലിന്റെ കൊലപാതകം നടന്ന സ്ഥലത്തേക്ക് തെളിവെടുപ്പിലെത്തിയപ്പോൾ മകന്റെ ഫോട്ടോയും മാറോട് ചേർത്ത് വിങ്ങിപ്പൊട്ടിയ അഖിലിന്റെ അമ്മയുടെ മുഖം ഇന്നും ഞങ്ങൾ വ്യക്തമായി ഓർക്കുന്നു. കരമനയിലെ അഖിൽ അവന്റെ വീടിന്റെ അത്താണിയായിരുന്നു. ഇന്നും ഉച്ചയൂണ് സമയത്ത് മകന് ഊണൊരുക്കി കാത്തിരിക്കുകയാണ് ആ അമ്മ. മകൻ മരണപ്പെട്ടു എന്ന സത്യം മനസ്സിലാക്കിയെങ്കിലും എന്നും ഉച്ചയ്ക്ക് ആ മകനായി ഒരു പ്ലേറ്റ് ചോറ് ആ അമ്മ ബാക്കി വയ്ക്കും. എനിക്ക് എന്റെ മോനെ ഊരോട് കണ്ടാ മതി. എന്റെ മോനെ ഒന്ന് കെട്ടിപ്പിടിക്കണത്, എന്നെ തുള്ളണതൊക്കെ എനിക്ക് മതി. എന്റെ മോനെ മുഖത്തെ കാണണ്ടേ. ഞങ്ങള് ഫോട്ടോ എടുത്ത് വെക്കില്ല. ഞങ്ങള് മോൻ ഭരിച്ചിട്ടില്ല. ഞങ്ങൾക്ക് ഇപ്പോഴും എന്റെ മോവുണ്ട്. എന്റെ മോൻ ഇതൊക്കെ ഞാൻ നിറച്ചു കൊണ്ടുവച്ച വെള്ളം കുറഞ്ഞിരിക്കണ എന്റെ മോൻ വെള്ളം കുടിക്കുന്നതാണ്. എന്റെ മോൻ ആഹാരം കഴിക്കും. ഞാൻ കൊടുക്കുന്ന ആഹാരം എന്റെ മോൻ കഴിക്കും. എനിക്ക് ഫോട്ടോയില് ഇനി ഫോട്ടോ കാണണ്ട. അവന്മാരാരെങ്കിലും ഒരുത്ത വെളിയിൽ ഇറങ്ങിയാണെങ്കിൽ ഞങ്ങൾ കുടുംബത്തോട് ആത്മഹത്യ ചെയ്യും. ഞങ്ങളെ കുടുംബത്തോട് ആത്മഹത്യ ചെയ്യും. എല്ലാരും വളർത്തു പോലെ അല്ല എന്റെ മകനെ വളർത്തണേ. എന്റെ കുഞ്ഞുനാളിലെ എന്റെ മോൻ എന്റെ അടുത്താണ് കിടക്കുന്നത്. 26 വയസ്സായ മോയ ഏതെങ്കിലും ഒരു അമ്മ മക്കളെ വെച്ച് കിടത്തുവന്നു. 26 വയസ്സായ മോയ എന്റെ അടുത്ത്, 30 വയസ്സായ മോനും എന്റെ അടുത്താണ് കിടക്കുന്നത്. 2 അടികളാണ്, 2 അടികളാണ് എന്റെ അടുത്ത് കിടക്കാൻ. എന്റെ മക്കളെ ഞാൻ അങ്ങനെയാണ് എന്റെ മക്കളെ വളർത്തിയത്. പോയി എന്റെ മോര് തെറ്റിന് പോവൂല. എന്റെ മോര് ദുശീലങ്ങളേ ഉള്ളൂ.
ഉള്ള മോനല്ല. ഒരു പരാതിയും ഞങ്ങളുടെ ആരും എന്ന് പറയില്ല. ഒരു തമാശ പോലും ഒരു മക്കളുടെ ഒരു കുട്ടികളുടെ പോലും ഒരു തമാശ പറയൂല. എൻ്റെ മോൻ ആരെങ്കിലും എന്ന് വിളിച്ച ചിരിച്ചുകൊണ്ടായ നാണം കുടുങ്ങി എൻ്റെ മോൻ. എൻ്റെ നാണം കുടുങ്ങിയ മോനാണ് പോ. എൻ്റെ നാണം കുടുങ്ങിയ മോനെ പോ. എൻ്റെ മോൻ എന്തിനെ ക്രൂരത ചെയ്ത മക്കളെ. നിന്റെ കൈ എന്തിനടാ നീയൊക്കെ എന്തിനെ മോനുടെ ഈ ക്രൂരത ചെയ്തെന്ന് എനിക്ക് അറിഞ്ഞൂടാ. എൻ്റെ മോൻ ഒരു ഫോൺ ചെയ്തെന്നും പറഞ്ഞുകൊണ്ട് എൻ്റെ മോനെ ഇത്രയും ക്രൂരത ചെയ്യാ എനിക്ക് എങ്ങനെ തോന്നി? എൻ്റെ മോനെ കണ്ട ഒരു നുള്ളു കൊടുക്കാൻ പോലും തോന്നൂല. അത്ര ഒരു കുഞ്ഞു വാവയാണ്. അയ്യോ, ഞാൻ മോന് കയ്യും കൂടെ വയ്യാതിരുന്ന മോനല്ലേ എൻ്റെ മോന്. എൻ്റെ മോൻ കയ്യും പ്ലാസ്റ്റിക് ഇട്ട് വെച്ചിരുന്ന മോനല്ലേ എൻ്റെ മോൻ. എന്തിനീ വന്ന് ചെയ്ത്? നീ എന്തൊരു തെറ്റ് ചെയ്തടാ മോനെ. നിന്റെ അവന്മാർ വന്ന് ഇങ്ങനെ ചെയ്യായി. നിനക്ക് ഭയങ്കര നാണം, വീട്ടിലുള്ളവരുടെ നാണം. ഒന്നും എന്തിനടാ എന്റെ കുഞ്ഞു മോനെ പോ. ഞങ്ങള് നടക്കണ് പോണ് വരണെങ്കിലും ഞങ്ങളെ വീട്ടിലൊക്കെ എല്ലാം ദുഃഖമാണ്. എന്റെ മോനെ എന്തിനാ എന്റെ മോനെ ക്രൂരത ചെയ്ത് അവന്മാരെ കണ്ടെങ്കിൽ ഞാൻ ചോദിക്കുമായിരുന്നു. എന്റെ മോൻ എന്തൊരു തെറ്റ് ചെയ്ത പിളേ നിങ്ങളുടെ നിന്റെ എന്തൊരു തെറ്റ് ചെയ്ത് എന്റെ മോൻ. എന്റെ മോനെ നിങ്ങൾ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് തെറ്റ് ചെയ്യാൻ തോന്നുമോ? അവന്മാരെ കണ്ടെങ്കിൽ ഞാൻ ചോദിക്കുമായിരുന്നു. എന്റെ മോൻ എന്തൊരു തെറ്റ് നിങ്ങളുടെ ചെയ്ത് എന്റെ മോനെ ഈ ക്രൂരത ചെയ്യാൻ. എന്റെ മോൻ കഴിക്കും എനിക്കറിയാം. ഞാൻ വയ്ക്കണ വെള്ളം അടയാളം എനിക്കറിയാം. ഞാൻ നിറച്ച് വെള്ളം കൊണ്ടുവച്ച വെള്ളം കുറയും. അപ്പോഴും ഞാൻ മനസ്സിലാക്കി എൻ്റെ മോൻ ഞാൻ വെച്ച ആഹാരം എൻ്റെ മോൻ കഴിക്കരുത്. എൻ്റെ മോൻ വെള്ളം ഞാൻ നിറച്ചും കൊണ്ടുവച്ചിരുന്ന വെള്ളം അത്. അഖിലിന്റെ അമ്മ എല്ലാ ദിവസവും മകന് ഇത്തരത്തിൽ ആഹാരം ഇവിടെ എത്തിച്ചു വെക്കാറുണ്ട്. മകനത് കഴിക്കുന്നുണ്ട് എന്നാണ് ഈ അമ്മയുടെ വിശ്വാസം. മകനോട് ഈ കൊടും ക്രൂരത ചെയ്തവർക്ക് വധശിക്ഷ തന്നെ നൽകണമെന്നാണ് ഈ കുടുംബത്തിന്റെ ആവശ്യം.